ഹായ്, നമുക്കിന്ന് ഞണ്ട് കറിയും കൂട്ടി ചോറ് കഴിക്കാനോ ഒരാഗ്രഹം. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു ഷെബിച്ചേൻ്റെ കെട്ടിലോട്ട് പോയിട്ടോ. കൃഷ്ണൻകോട്ടയിലാണ് നമ്മുടെ ഷെബിച്ചേൻ്റെ കെട്ട് വന്നത്. അങ്ങനെ അത് ഏകദേശം രാത്രി ആവാറായി. എന്നാലും നമുക്കിന്ന് ഞണ്ട് കറിയും കൂട്ടി ചോറിനാണെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ കൃഷ്ണൻകോട്ടയിലുള്ള ഷെബിച്ചേൻ്റെ കെട്ട് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് തന്നെ അധികം വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ പകൽ ഇവിടെ വന്നിട്ട് ഒരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മീനെ പിടിക്കുന്നതും വല വലിക്കുന്നതും അങ്ങനെ ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിതാ ഇവിടെ കെട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഷെബി ചേട്ടൻ കുറച്ച് ഇത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇരേനൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ അതേ നമ്മൾ ജസ്റ്റ് ഞാനാണൊന്ന് വല വലിച്ച് നോക്കണം. എനിക്കിതൊന്നും വലിയ പരിചയമില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ചേട്ടായി വലിക്കുകയാണ് കേട്ടോ. ചേട്ടായി വലിച്ച് കഴിഞ്ഞിട്ട് അതെന്തോ എവിടെയോ കുരുങ്ങി കിടക്കായിരുന്നു, അതുകൊണ്ടാണ് വലിച്ചിട്ട് പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പോൾ ഷെബിച്ചേട്ടനും കൂടി വന്നൊന്ന് കുത്തി സെറ്റാക്കി കുരുക്ക കഴിച്ച് രണ്ടുപേരും കൂടി ഇത് വലിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു മൽപ്പിടുത്തത്തിന് അവസാനം നമുക്ക് അത് വലിച്ച് പൊന്തിച്ച് നമ്മളെടുത്തു. പക്ഷേ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ വലയും എല്ലാം വലിച്ച് സെറ്റായിട്ട് നിന്നു കേട്ടോ. ഇത്തിരി രാത്രി ആയതുകൊണ്ട് ഒരുപാട് നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ അധികം ഇരയൊന്നും ആ ചേട്ടന് ഇട്ട് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ നമുക്കിത് ഞണ്ടിനെ കിട്ടി. നമ്മുടെ ആവശ്യം ഞണ്ടായിരുന്നല്ലോ, അപ്പം നമുക്ക് ഞണ്ടിനെ കിട്ടി. ഇതാണ് കേട്ടോ കടൽ ഞണ്ട്, പുഴ ഞണ്ടെന്ന് പറയുന്നത്. കടൽ ഞണ്ടിനേക്കാളും പുഴ ഞണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഞണ്ടിനെ കൊല്ലാൻ പറ്റില്ല. കാരണം ഇതിനെ കൊന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പോൾ നമ്മൾ കറി വയ്ക്കുന്നതിന് മുമ്പായിട്ടാണ് ഇതിനെ കൊല്ലുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചേക്കാണ്. അല്ലെങ്കിൽ അവൻ പിടിച്ച് നമ്മുടെ കൈയൊക്കെ പിടിച്ചിരിക്കും. കൈയൊക്കെ ചിലപ്പോൾ ഞണ്ടിൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇതിനെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഇതിൽ വേണം ഇതിനെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൈ അത് കടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഞണ്ടിനെ കിട്ടി. ഇന്നത്തെ കറിക്കുള്ള ഞണ്ടായിട്ട് കവറിലാക്കി അങ്ങനെ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. അധികം നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഇതാ ഞണ്ടിനെയൊക്കെ സെറ്റാക്കി അമ്മ കറിയൊക്കെ വെച്ച് ഞങ്ങളിതാ ഞണ്ട് കറിയും കൂട്ടി ചോറുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.